എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ തോട്ടത്തിലുള്ള സൺഫ്ലവറാണ്. ഇതാണ് കേട്ടോ എൻ്റെ സൺഫ്ലവർ തോട്ടം. ഞാനൊരു 2 മാസമായി ഇതൊക്കെ നട്ട് പൂത്ത് കുറച്ച് നാളായി. പൂത്ത് മുകളിലുള്ള പൂക്കളൊക്കെ വന്ന് നിൽക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ നേരത്തെ എടുത്തു വച്ചിരുന്ന സീഡ് പാകി നട്ടതാണ്. ഇപ്പോൾ നിറയെ പൂക്കളായിട്ട് നിൽക്കുകയാണ്. ഇത് നട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നിറയെ പൂക്കളായി വന്നു കഴിയുമ്പോൾ ഒരു ചെടി നിൽക്കുന്ന കണ്ട ഇലകൾ കാണാതെ പൂവായിട്ട് നിൽക്കും. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. ഇത് കാണുന്നത് ഒരു മീഡിയം സൈസ് പൂവാണേ. നല്ല വലിയ പൂവുണ്ടാവും. ഇതിലുണ്ടായിരുന്ന വലിയ പൂവ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൽ നല്ല വലിപ്പത്തിലുണ്ടായ പൂവാണ്. അതിൻ്റെ പൂവൊക്കെ മങ്ങി ഇപ്പോൾ അത് വിത്തെടുക്കാൻ പാകത്തിനായി നിൽക്കുകയാണ്. പിന്നെ ഇത് നിറയെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നമുക്ക് ദൂരേന്ന് വരെയും കാണുന്നത് നല്ല ഷോയാണേ. പുറമേ കാണുന്നവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് വിത്ത് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കൂടുതൽ വിത്തൊന്നും എടുത്ത് വയ്ക്കാറില്ല. ഇത് ഉണങ്ങി വിത്തെടുക്കാൻ പാകമായി നിൽക്കുന്നതാണ്. ഇത് എടുത്ത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി എടുത്ത് വച്ച് നടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇത് ഉണക്കി എടുത്തിട്ട് അതെടുത്ത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇനി ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നെങ്കിലും ഒരു ദിവസം ചെയ്ത് നോക്കണം. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലാണ്, നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ വാടി നിൽക്കുകയാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ നോക്കിയേ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.